ഒരു പബ്ലിക് ഇവൻറ്റിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്രൗഡ് മാനേജ്മെൻ്റ് ആണ്. ക്രൗഡ് ശരിയായ രീതിയിൽ മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ ആ പരിപാടി ഫ്ലോപ്പാണ്. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കാസർഗോഡ് അനാൻഷ വന്ന പ്രോഗ്രാം തന്നെ എടുത്തു നോക്കാം. അതിൽ പ്രധാനമായിട്ടും ടിക്കറ്റ് ശരിയായ രീതിയിൽ കൊടുക്കുന്നത് മാത്രമല്ല, അതിൽ അവിടെ ആ ക്രൗഡിനെ, ആ ടിക്കറ്റിനനുസരിച്ചുള്ള ആ ക്രൗഡിനെ നിയന്ത്രിക്കാൻ അവിടുത്തെ മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫിനോ സാധിച്ചിട്ടില്ല. ആ പ്രോഗ്രാമിൽ ഇത്ര അധികം ക്രൗഡ് ഉണ്ടാകും എന്നുള്ള മുൻകൂട്ടിയുള്ള പ്ലാനിങ് ആ പ്രോഗ്രാമിന് നടത്തിയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു പ്രോഗ്രാമിന് ശരിയായ പ്ലാനിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ക്രൗഡ് കൂടുകയും ആ ക്രൗഡിലൂടെ ചെറിയ രീതിയിലാണെങ്കിലും അപകടം ഉണ്ടായി ആളുകളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന തരത്തിലേക്ക് എത്തൂലായിരുന്നു. അപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ക്രൗഡ് മാനേജ്മെൻ്റ് ആണ്. ആ ഒരു പ്രോഗ്രാം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ക്രൗഡ് വരാനൊന്നും പ്രയാസമില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വരുന്ന സമയത്ത് അവരെ കാണാൻ അവരുടെ ആരാധകരും അവരുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ ഡാൻസ് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഇവരെ കാണാൻ വേണ്ടി വരും. അപ്പം ആ ഇത്ര പേര് അല്ലെങ്കിൽ നമ്മൾ അത് മാത്രമല്ല, ഇവർ കാണാൻ വരണമെങ്കിൽ തന്നെ ഇത്രയേറെ പബ്ലിസിറ്റി അവിടെ കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ പബ്ലിസിറ്റി എത്രത്തോളം മൂവ്മെൻ്റ് ആയിട്ടുണ്ടോ അത് പരിശോധിച്ചിട്ട് വേണം ഇത്ര ക്രൗഡ് നമ്മളെ പ്രോഗ്രാമിന് ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കാൻ. ആ ഒരു പ്രോഗ്രാമിൻ്റെ ക്രൗഡ് സൈക്കോളജി നമ്മൾ സംഘാടകർ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇന്ന ആൾ അല്ലെങ്കിൽ ഇത്ര ക്രൗഡ് എൻട്രൻസിലൂടെ വരുന്നു, ആ ക്രൗഡിനെ ഏത് സർക്കിളിലാണ് അല്ലെങ്കിൽ ഏത് സ്പേസിലാണ് നിർത്തേണ്ടതെന്ന്, ആ പ്രോഗ്രാം കഴിഞ്ഞാൽ ആ ക്രൗഡ് എക്സിറ്റ് പോണതും ഇനി അവിടെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫയർ എക്സിറ്റ് എവിടെയാണെന്നുള്ളതും നമ്മൾ തീരുമാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം വിജയിച്ചു. ഈ അല്ല എന്നുള്ള പക്ഷത്തിലാണ് നമുക്കിതിനൊരു തക്കതായ പ്ലാനിങ് ഇല്ല, ഇതിൻ്റെ ഒരു അച്ചടക്കമില്ല, അല്ലെങ്കിൽ അത് വേറെ ഏതോ ഒരു തരത്തിൽ നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം, എന്നിട്ട് ആ പ്രോഗ്രാം ഇന്ന ആളുകൾ വന്ന് ഇത്ര ടിക്കറ്റ് പോയാൽ അത് മതി എന്നുള്ള രീതിയിലാണെങ്കിൽ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു പ്രോഗ്രാം എൻഡ് ഓഫ് ദി ഡേ സക്സസ് ആവില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ ഏത് പബ്ലിക് ഇവന്റ് നടത്തുന്ന ഏത് കമ്പനി ആണെങ്കിലും ഈ കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്.